أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരത്രേ നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളാകുന്നു. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെളിക്കുണ്ടിൽ ആഴ്ന്നിറങ്ങിയിരുന്ന കേരള മുസ്ലിങ്ങളുടെ ഒരു നൂറ്റാണ്ടു മുമ്പുള്ള ചരിത്രം നിഷ്പക്ഷരായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശ്വാസപരമായി അങ്ങേയറ്റം വഴിപിഴയ്ക്കുകയും കർമ്മങ്ങളിൽ നിന്നും അകലേക്ക് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്ന ആ സമൂഹത്തെ ഏകദൈവാരാധനയുടെ നൂലിൽ ഒരുമിപ്പിക്കാനും വിശ്വാസത്തിന്റെ ഉന്നതിയിലേക്കും കർമ്മങ്ങളുടെ പവിത്രതയിലേക്കും കൈപിടിച്ചുയർത്തിയതും മുജാഹിദ് പ്രസ്ഥാനമാണ്. വിശ്വാസം നന്നാകാതെ കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും സമുദായത്തെ രക്ഷിക്കാനാണ് ആദ്യമായി പരിശ്രമിച്ചത്. ആരാധനയുടെ വിവിധ രൂപങ്ങളായ പ്രാർത്ഥനയും നേർച്ചയും ബലിയുമെല്ലാം മഹാന്മാരുടെ പേരിൽ അർപ്പിച്ചിരുന്ന ഒരു ജനതയോട് അതെല്ലാം സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം മുഖ്യമായും പ്രബോധനം ചെയ്തത്. എന്നാൽ ആരാധനാ കർമ്മങ്ങൾ സൃഷ്ടികളിലേക്കും മഖ്ബറുകളിലേക്കും തിരിച്ചുവിടുക വഴി സാമ്പത്തിക നേട്ടവും സ്ഥാനമാനങ്ങളും വാരിക്കൂട്ടിയിരുന്ന ഇരുട്ടിന്റെ ആത്മാക്കളായ പുരോഹിതന്മാർ അടങ്ങിയിരുന്നില്ല. ആക്രമിച്ചും തെറിവിളിച്ചും ഒറ്റപ്പെടുത്തിയും മുജാഹിദ് പണ്ഡിതന്മാരെ അവർ നിരന്തരം വേട്ടയാടി. പക്ഷേ തൗഹീദി പ്രചരണം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു. തീർത്തും ഗുണകാംക്ഷയോടെ പ്രസ്ഥാനത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരുപറ്റം KNM പ്രവർത്തകർ തയ്യാറാക്കിയ ഈ വീഡിയോ ദൃശ്യങ്ങൾ സസൂക്ഷ്മം പഠിച്ച് വിലയിരുത്തി അന്തിമമായ പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാഹി നേതാക്കളോടും പണ്ഡിതരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്ത മറ്റാരോടും അവർ ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായം തേടൽ ശിർക്കാണെന്നായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ ഈ ആശയത്തിൽ നിന്നും നാം പുറകോട്ടുപോയോ? ഈ അടുത്ത് സുന്നികളുമായി നടന്ന 2 സംവാദ വ്യവസ്ഥകളിലെ അവരുടെ വെല്ലുവിളികൾ ഒന്ന് സശ്രദ്ധം ശ്രവിക്കുക. ആ വാദം നിങ്ങളുടെ മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് മൗലവി ഉരുണ്ടു കളിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇപ്പൊ തർക്കിരിക്കുന്നത് ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ ശിർക്കല്ല, നിങ്ങൾ പറയുന്നു ജിന്നെ മലക്കയെ സഹായിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പറ, ഞങ്ങൾ തെളിവുകൾ ധരിക്കും. അപ്പൊ എന്തായി? ജിന്നയെ സഹായിക്കണേ. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഉമർ മൗലവി അടക്കം എഴുതി വിട്ടത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള മുഴുവൻ സഹായം ശിർക്കാണ്. അതുകൊണ്ട് അഭൗതിക ശക്തികളോട് സഹായം തേടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ സർവ്വ മൗലവിമാരും പറ്റുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന വാചകത്തെ എന്ത് കാരണം കൊണ്ടായിരുന്നു ശിർക്കാക്കിയത്? അതേ കാരണം ഇന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ വാദം തകർത്തു. വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങള് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തേടൽ ശിർക്കല്ല, നിങ്ങൾ പറയുന്നു ജിന്നിനോട് തേടൽ ശിർക്കല്ല. രണ്ടും ഇപ്പോ കാര്യമായ വ്യത്യാസമില്ലാത്ത രൂപത്തിലേക്ക് സംഗതികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് കാലം വരെ പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും ജിന്നിനോട് തേടൽ ശിർക്കാണെന്നാണ് നിങ്ങളെ വാദം എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ തൗഹീദ് തെറ്റിയെന്നും അത് പിഴച്ചു എന്നും ഞങ്ങൾ പറയുമ്പോ അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത തകർച്ചയാണ്. നാം ഇപ്പോൾ കണ്ടത് മട്ടാഞ്ചേരി സംവാദ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ജിന്നെ മലക്കെ സഹായിക്കണേ, ഇത് ശിർക്കാണോ അല്ലയോ എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ
ചക്കരപ്പറമ്പ് സംവാദ വ്യവസ്ഥയിലും ആവർത്തിക്കുന്നത് കേൾക്കൂ. ജിന്നിനോട് സഹായം നേടാൻ പറ്റുമോ? സഹായാർത്ഥന അതായത് വിഷയം തീർന്നു. ജിന്നിനോട് സഹായാർത്ഥന എഴുതിക്കോ. മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ അല്ല, ജിന്നിനോട് സഹായം തേടുന്നു നിങ്ങൾ. ഈ സഹായാർത്ഥന അതാണ് ഇവിടെയുള്ള വിഷയം. അത് നിങ്ങൾ തെളിയിക്കും, നിങ്ങൾ എഴുതിയിട്ടുണ്ട് കൃത്യമായി. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നു മുഹിയുദ്ദീൻ ഷേഖെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്നാ ഞങ്ങളെ വാദം. അതുപോലെ തന്നെ പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേ, അത് ശിർക്കല്ല ഞങ്ങളെ വാദം. അതോടൊപ്പം തന്നെ എഴുത് എന്ത് മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, ഇത് ശിർക്കല്ല എന്ന് നീ പറയണേ, അതല്ലേ വാദം. അത് കൃത്യമായി എഴുതിയാൽ വാദപ്രതിവാദത്തിന് 10,000 ശക്തിയോടെ ഞങ്ങൾ റെഡി. കറക്റ്റ് പറഞ്ഞോളൂ. അപ്പോ ഇപ്പൊ ഏകദേശം കാര്യത്തോട് അടുത്തപ്പോ നിറം മാറാനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആദ്യം നമ്മൾ എഴുതിയ അല്ലെങ്കിൽ ഇവിടെ ISMന്റെ SSFന്റെ ആളുകൾ എഴുതിയ ഒരു പിന്നെ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ അത് ചർച്ച ആദ്യം നമ്മൾ തുടങ്ങിയത് തന്നെ ആളിന്റെ എണ്ണം പറഞ്ഞിട്ട് അങ്ങനെ കുറെ പോയി. പിന്നെ വിഷയം അതിനിടയ്ക്ക് ചാടി വിഷയത്തിലേക്ക് കയറി കുറെ ഇസ്ലാക്ക് എടുത്ത് പിന്നെ കുഞ്ഞുങ്ങളുടെ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ അതിന്റെ പുറകെ കൂടാൻ നോക്കി, അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ ഇവിടെ ജിന്നിന് കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജിന്നും കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാകണം എന്ന ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും അത് നടക്കില്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ വ്യക്തമായി ആദ്യം ഇവിടെ ചക്കരപ്പറമ്പിൽ നടക്കേണ്ട സംവാദം, ആ സംവാദത്തിന്റെ കരാറ് ഇവിടെ അതിന്റെ വാദം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടക്കണം. അത് കൃത്യമാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പഴുതങ്ങളെ കാക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. ഇത് വ്യക്തമായി ഇന്ന് പറഞ്ഞതല്ല, നേരെ മറിച്ച് 29/8/2010 ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തു. ഒരു പ്രയാസം ഉണ്ടായില്ല. അതിന് മറുവാദം എഴുതി തന്നു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടി ഉപ്പാപ്പ കാക്കണേ ഇത്യാദി മൺമറഞ്ഞു പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന് SSFകാരും എഴുതി തന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ ജിന്ന് വിഷയം ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ തൂങ്ങി ഈ സംവാദം മുടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതും നടപ്പാവില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ചക്കരപ്പറമ്പ് ISMന്റെ ലെറ്റർ ഹെഡിൽ എഴുതി തരാൻ തയ്യാറാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ, എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. 2 10,000 വാദപ്രതിവാദം ഞങ്ങൾ റെഡിയാണ്. എല്ലാ വിഷയത്തിലും വാദപ്രതിവാദങ്ങൾ എപ്പോഴും റെഡിയാണ്. സുമൗലവി ഇയാളെന്ന് പറഞ്ഞില്ലേ ഖുർആൻ തിരുത്തിയ വിഷയം, ഞങ്ങൾ റെഡിയായി. നിങ്ങൾ റെഡിയായോ? ഇല്ലല്ലോ ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രവർത്തകൻ റെഡിയായപ്പോ കഴിഞ്ഞോ? കഴിയില്ല. ത്വാഹാമൗലവി സാധ്യമല്ല. ഞങ്ങൾ ഓരോ വിഷയം എങ്ങനെയാണ് ഒരു സംഘടിത വെക്കാത്ത എല്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉമർ മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു വാദമുണ്ടായിരുന്നു, കുഞ്ഞീദ് മദനിക്ക് ഒരു വാദമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയിപ്പോ? നിങ്ങൾ എവിടെ ഉള്ളത്? ഉമർ മൗലവി പറഞ്ഞത് പ്രാർത്ഥനയല്ല, സഹായാർത്ഥനയാണ്. സഹായം തേടൽ, ജിന്നിനോട് സഹായം തേടൽ, മലക്കിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് അയാൾ പറഞ്ഞത്. അത് നിങ്ങൾ വിട്ടോ? അത് തന്നെയാണ് മാറ്റമെന്ന് ഞങ്ങൾ പറഞ്ഞത്. വ്യക്തമാണ്. അതുകൊണ്ട് അനസ് മൗലവി നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടല്ലോ വിഷയത്തിലേക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ശരിയാവും, നിങ്ങൾ ശരിയാവും ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ പണിയെടുത്തിന് മുതലായിട്ടുണ്ട്. ഒരുപാട് വിഷയം ജിന്നു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾ അടിത്തറ മാന്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങൾ ഉമർ മൗലവി പഠിപ്പിച്ചത് പ്രാർത്ഥനയല്ല, സഹായത്തേട്ടമാണ്. കുഞ്ഞീദ് മദനി പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതുപോലെ തന്നെ അൽമനാർ പഠിപ്പിച്ചത് സഹായത്തേട്ടമാണ്. അതെഴുതിക്കൂടെ? അതെഴുതുന്നതിന് എന്താ ഒരു പ്രയാസം? അപ്പൊ വ്യക്തമാണ്. ഞങ്ങൾ പറയട്ടെ നിങ്ങളോട്, ജർമ്മനിയിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. നിക്ക് ജർമ്മനിയിൽ കേട്ടോ പ്രസംഗിക്കുന്ന ഞങ്ങൾ കേട്ടോളൂ. പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. 1 മുതൽ അലിഫ് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ ഒഴിഞ്ഞു മാറ്റെന്നറിയോ? ഞങ്ങൾ പറയൂല, നിങ്ങൾ മനസ്സിലാക്കി. ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കണേ, ജിന്നെ സഹായാർത്ഥനയാണ്. അപ്പൊ ഇതാ വിഷയം. ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരണേ, അല്ലെങ്കിൽ പള്ളിപ്പടയിൽ നിന്ന് ഞങ്ങൾക്ക് ചായ കൊണ്ടുവരണേ എന്നിങ്ങനെയുള്ള ജിന്നുകളോടുള്ള സഹായതേട്ടം അത് ശിർക്കാണ് എന്നാണോ ശിർക്കല്ല എന്നാണോ നിങ്ങളെ മദ്ഹബ്? ജർമ്മനിയിൽ നിന്നും മരുന്ന് കൊണ്ടുവരാൻ ജിന്നിന് കഴിയുമെന്നും